ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. ചപ്പാത്തിക്കും മറ്റും പറ്റിയ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണല്ലോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ പീസുകൾ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല. പാകത്തിന് ഉപ്പ്. 1 ചെറുനാരങ്ങയുടെ പകുതി നീരെടുത്ത് അതിൽ ചേർക്കുകയാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിൽ ഇതാ ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിൽ ചേർത്ത് പിടിപ്പിക്കുകയാണ് നമ്മളിനി ചെയ്യുന്നത്. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിൽ നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്നു. ഇനി ഇത് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുവാനായിട്ട് വയ്ക്കുകയാണ്. ചിക്കൻ കറി വയ്ക്കുന്നതിനായിട്ട് നമുക്കൊരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. ഞാൻ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ മറ്റേതെങ്കിലും ഓയിലുകളോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ പീസുകൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറോളമായി. അത് ഇപ്രകാരം പാകമായിട്ടുണ്ട്. ചിക്കൻ പീസുകൾ നമുക്ക് തവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം പകുതിയോളം ഒന്ന് ഫ്രൈ ആവണം. അത് ഇനി അവിടെ ഇരുന്ന് പതുക്കെ മൂത്ത് വരട്ടെ. നമുക്കിത് അടച്ചു വയ്ക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വച്ചിരിക്കുന്നത് ഏകദേശം പകുതിയോളം മൂപ്പായിട്ടുണ്ട്. ഇതിനി നമുക്ക് കോരിയെടുത്ത് വയ്ക്കാം. ചിക്കൻ കോരിയെടുത്ത ബാക്കി എണ്ണയിലേക്ക് നമുക്ക് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. സവോളയും പച്ചമുളകും എല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങയുടെ 1ാമത്തെ പാൽ പിന്നീടാണ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് 2ാമത്തെ പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പകുതി ഫ്രൈ ചെയ്തു വച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കിത് അടച്ചു വയ്ക്കാം. തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് നമ്മൾ ചിക്കൻ വേകാൻ വെച്ചത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് അത് സ്റ്റവിലിരുന്ന് ഒന്ന് പാകമാകട്ടെ. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇത് നന്നായി തിളച്ചിരിക്കുന്നു. നല്ല പാകമായിട്ടുണ്ട് ഈ കറി. നമുക്കിതിൽ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി തൂക്കി കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിരിക്കും. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമായിരിക്കും. നിങ്ങൾ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും വേണം.